ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. DLED അറബിക് അല്ലെങ്കിൽ DLED ലാംഗ്വേജസിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒന്നാം സെമസ്റ്ററിലെ പേപ്പർ 151 വിദ്യാഭ്യാസ മനഃശാസ്ത്രം സിദ്ധാന്തവും പ്രയോഗവും എന്ന ടെക്സ്റ്റിൻ്റെ ഓരോ യൂണിറ്റായി നമ്മൾ റിവൈസ് ചെയ്യാൻ പോവുകയാണ്. എക്സാം അടുക്കാറായി. നിങ്ങൾ ഈ ഭാഗങ്ങളെല്ലാം ഒരു തവണയെങ്കിലും മുഴുവനായി വായിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. എന്നാൽ ഒരു റിവിഷൻ എന്ന രീതിയിലാണ് ഞാൻ ഈ ക്ലാസ്സുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ഓഡിയോ ക്ലാസ്സുകളാണിത്. ക്ലാസ്സിൻ്റെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ഫീഡ്ബാക്കുകൾ അറിയിക്കണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സൈക്കോളജി എന്ന് പറയുമ്പോൾ അതിൽ 3 യൂണിറ്റാണ് വരുന്നത്. ഒന്ന് വിദ്യാഭ്യാസ മനഃശാസ്ത്രം കാഴ്ചപ്പാടും പ്രയോഗവും എന്ന് പറയുന്നൊരു ചെറിയ യൂണിറ്റാണ്. 2 ശിശുവികാസം എന്ന് പറയുന്നൊരു വലിയ യൂണിറ്റാണ്. 3 വ്യക്തിത്വം എന്ന് പറയുന്ന അത്യാവശ്യം വലിപ്പമുള്ള എന്നാൽ രസകരമായ ഒരു യൂണിറ്റാണ്. ഈ 3 യൂണിറ്റിലും നല്ല അവഗാഹമുണ്ടെങ്കിൽ മാർക്ക് നമുക്ക് പൂർണ്ണമായും മുഴുവൻ മാർക്കും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണിത്. ഓക്കെ, കൂടുതൽ വിശദീകരണത്തിലോട്ടൊന്നും പോകുന്നില്ല. ഒന്നാമത്തെ യൂണിറ്റ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം കാഴ്ചപ്പാടും പ്രയോഗവും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്കുകളാണ് ഉള്ളത്. ഒന്ന് വിദ്യാഭ്യാസ മനഃശാസ്ത്രം അതിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും എന്ന് പറയുന്നൊരു ടോപ്പിക്ക്. രണ്ടാമത്തെ ടോപ്പിക്ക് വിദ്യാഭ്യാസ മനഃശാസ്ത്ര ഗവേഷണ രീതികൾ ഉപാധികൾ. ഇത് രണ്ടും നിങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കണം. കാരണം വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും എന്ന ഭാഗത്തിൽ നിന്ന് ജനറൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എന്തുകൊണ്ടാണ് ഒരു അധ്യാപക വിദ്യാർത്ഥി എന്ന നിലയിൽ നിങ്ങൾ വിദ്യാഭ്യാസ മനഃശാസ്ത്രം പഠിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇപ്പോൾ അറബിക് അല്ലെങ്കിൽ ഉറുദു അല്ലെങ്കിൽ സംസ്കൃതം പോലുള്ള ലാംഗ്വേജ് ടീച്ചേഴ്സ് അത് ആ വിഷയം ഭാഷാ വിഷയം മാത്രം പഠിച്ചാൽ പോരെ? എന്തിനാണ് അവർ ഈ സൈക്കോളജി ഫിലോസഫിയൊക്കെ പഠിക്കുന്നത്? അതിന് ഉത്തരമാണ് ഈ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ പ്രസക്തി എന്താണ്, പ്രാധാന്യം എന്താണെന്ന രീതിയിൽ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ അതിലെ ഉത്തരങ്ങൾ നമുക്ക് കൃത്യമായിട്ട് എഴുതണമെങ്കിൽ നമ്മുടെ പേജ് 7 ടെക്സ്റ്റ് ബുക്കിലെ പേജ് 7 ഒരു കോളത്തിൽ നമുക്ക് കുറച്ച് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ആ പോയിൻറ്റ്സ് കൃത്യമായിട്ട് എഴുതി വെച്ചാൽ ഫുൾ മാർക്ക് നമുക്ക് കിട്ടും. ഇവാലുവേറ്റേഴ്സ് ആരും ഇങ്ങനെ മാർക്ക് പിടിച്ച് വയ്ക്കാൻ ശ്രമിക്കാറില്ല. പക്ഷേ എഴുതുന്ന ഭാഷ നല്ലതായിരിക്കണം. അക്ഷരത്തെറ്റുകളോ പിന്നെ അങ്ങനെയുള്ള മിസ്റ്റേക്കുകളൊന്നും വരുത്തരുത്. വൃത്തിയുള്ളതായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ പ്രസക്തി എന്താണ്, പ്രാധാന്യം എന്താണ്, എന്തിനാണ് നമ്മളത് പഠിക്കുന്നത്? നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ അതിൻ്റെ ആൻസർ കിട്ടും. പക്ഷേ ആൻസർ വളരെ കൃത്യമായിട്ട് നമ്മൾ എഴുതണം. അതിന് വേണ്ടിയിട്ടുള്ള പോയിൻ്റാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന്, വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലുള്ള ധാരണ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കാൻ സഹായിക്കുന്നു. എന്തിനാണ് വിദ്യാഭ്യാസം നേടുന്നത്? നമ്മൾ ടീച്ചർ എന്ന അർത്ഥത്തിലാണല്ലോ പോകുന്നത്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് പഠിപ്പിക്കേണ്ടത്, എന്തെല്ലാം മാറ്റങ്ങളാണ് കുട്ടിയിൽ വരേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കാൻ ഇത് സഹായിക്കും. 2, പാഠ്യപദ്ധതിയും സിലബസും തയ്യാറാക്കുന്നത്. നമ്മൾ ടീച്ചേഴ്സ് ഇപ്പോൾ അധ്യാപക വിദ്യാർത്ഥികളാണ്, നമ്മൾ അധ്യാപകരാവും. അധ്യാപകരുടെ ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയാണ് ടെക്സ്റ്റ് ബുക്കുകൾ, അതുപോലെ കരിക്കുലം ആയാലും സിലബസ് ആയാലും ഒക്കെ തയ്യാറാക്കണം. അപ്പോൾ ഇത് രണ്ടും തയ്യാറാക്കണമെങ്കിൽ കുട്ടികളെ ഉദ്ദേശിച്ചാണല്ലോ നമ്മളിതെല്ലാം തയ്യാറാക്കുന്നത്. അപ്പോൾ കുട്ടികളെ പറ്റിയിട്ട് നല്ലൊരു അറിവുണ്ടാവണം. അതുകൊണ്ട് വിദ്യാഭ്യാസ മനഃശാസ്ത്രം അറിഞ്ഞിരിക്കണം. അതുപോലെ അനുയോജ്യമായ പഠന ബോധന രീതികൾ അവലംബിക്കുന്നത്. നമ്മൾ ക്ലാസ്സിൽ പല പഠന ബോധന രീതികൾ അവലംബിക്കേണ്ടി വരും. പാഠഭാഗത്തിനനുസരിച്ച് അല്ലെങ്കിൽ കുട്ടികളുടെ നിലവാരത്തിനനുസരിച്ചൊക്കെ ഇങ്ങനെ മാറി മാറി നമ്മളതൊക്കെ അവതരിപ്പിക്കേണ്ടി വരും. അങ്ങനെ അവതരിപ്പിക്കണമെങ്കിൽ നമുക്ക് ആ കാര്യം എന്താണെന്ന് വ്യക്തമായിട്ട് അറിയണം. അപ്പോൾ അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ കുട്ടിയുടെ പ്രകൃതം മനസ്സിലാക്കുന്നതിന് കുട്ടിയെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സിമ്പിളായിട്ട് ലാംഗ്വേജിൽ കുട്ടിയെ അറിയാനെന്നോ ശിശുവികാസം മനസ്സിലാക്കാനോ അങ്ങനെയൊക്കെ എഴുതാം. ഇനി വിലയിരുത്തൽ പ്രവർത്തനം ശാസ്ത്രീയമായി നടത്തുന്നതിനുള്ള അവഗാഹം നേടുന്നത്. വിലയിരുത്തൽ അത് നമ്മൾ കുട്ടീനെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്, എന്തൊക്കെ ഉദ്ദേശങ്ങൾ വെച്ചിട്ടാണ് വിലയിരുത്തേണ്ടത്? കുട്ടിയുടെ പഠനത്തിൻ്റെ മാർക്ക് മാത്രം നോക്കിയാൽ മതിയോ? കുട്ടിയുടെ മൊത്തത്തിലുള്ള മാറ്റം നമ്മൾ അറിയണോ? അതിൽ കുട്ടിയുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ടോ? അവരുടെ സ്വപ്നങ്ങളെ പറ്റിയിട്ട് അവരുടെ സാമൂഹിക ബന്ധങ്ങളൊക്കെ നമ്മൾ അറിയണോ? അങ്ങനെ വിലയിരുത്തലിനുള്ള ഒരു അവഗാഹം, അതിനുള്ള അവഗാഹം നേടാൻ ഈ അധ്യാപക വിദ്യാർത്ഥിനെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം സഹായിക്കും. അതുപോലെ ക്ലാസ് റൂം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ധാരണകൾ. അതായത് നമ്മൾ ക്ലാസ് റൂമിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ഇൻറ്റേൺഷിപ്പിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ക്ലാസ് റൂമിൽ പോകുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങളാണ്. പഠനവുമായി ബന്ധപ്പെട്ടല്ല, ഇതര മേഖലയിൽപ്പെട്ട് ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ വിദ്യാഭ്യാസ മനഃശാസ്ത്രം അറിഞ്ഞിരിക്കണം. അതിൽ വ്യക്തി വ്യത്യാസങ്ങൾ തിരിച്ചറിഞ്ഞ് ഇടപെടുന്നു. ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്. അപ്പോൾ അവരെ ഓരോ വ്യത്യസ്തതയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം, അതിനെ ഉൾക്കൊള്ളാനും പറ്റണം. അതിൽ അധ്യാപക വൈദഗ്ധ്യം, ടീച്ചിങ് സ്കില്ല് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒത്തിരി പോയിന്റുകളോട് കൊടുത്തിട്ടുണ്ട്. അതിൽ 5 പോയിന്റ് നിർബന്ധമായി പഠിച്ചു വെച്ചേക്കുക. കാരണം അത് പഠിച്ച ഏത് ജനറൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്കതിൽ എഴുതി വയ്ക്കാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്: വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ പ്രസക്തി എന്താണ്? അപ്പോൾ നമ്മൾ ഈ പോയിൻ്റൊക്കെ എഴുതി എന്നിട്ട് അവസാനം നമ്മളിങ്ങനെ എഴുതണം, ഇതൊക്കെയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ പ്രസക്തി. അതുകൊണ്ടാണ് അധ്യാപക
വിദ്യാർത്ഥികളെ ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം സഹായിക്കുന്നത്. അതാണ് അതിൻ്റെ പ്രസക്തി, അതിൻ്റെ പ്രാധാന്യം അതാണ് എന്ന് നമ്മൾ എഴുതി വയ്ക്കണം. അപ്പോൾ നമുക്ക് മുഴുവൻ മാർക്ക് നമുക്കിങ്ങ് കിട്ടും. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്ക് മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും രീതികളുമാണ്. അതിൻ്റെ ഇടയിലൊക്കെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അതിൽ ഒരെണ്ണം മാത്രം ഞാനൊന്ന് പറയാം. അതായത് നമുക്കൊരു സയൻസിനെ മറ്റൊരു മേഖലയിലോട്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മളതിനെ അപ്ലൈഡ് സയൻസ് എന്ന് വിളിക്കുക. അപ്പോൾ അതുപോലെ ഇവിടെ എന്താണ് ചെയ്യുന്നത്, സയൻസിനെ സൈക്കോളജിയെ, മനഃശാസ്ത്രത്തെ വിദ്യാഭ്യാസ മേഖലയിലോട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്താണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം, എഡ്യൂക്കേഷണൽ സൈക്കോളജി ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, എഡ്യൂക്കേഷണൽ സൈക്കോളജി ഒരു അപ്ലൈഡ് സയൻസ് ആണെന്ന് പറയാം. അത് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അങ്ങനൊരു പോയിൻ്റോടെ കൊടുത്തിട്ടുണ്ട്, അത് ചിലപ്പോൾ അങ്ങനെ ചോദിച്ച് കാണാറുണ്ട്. ഇനി മനഃശാസ്ത്ര ഗവേഷണ ഉപാധികൾ രീതികളും അത് എക്സേ ടൈപ്പായിട്ട് ചോദിക്കാറുണ്ട്, അല്ലാണ്ട് വൺ വേർഡ് ചോദിക്കാറുണ്ട്. അതിലൊക്കെ ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ എസ്സേ ടൈപ്പ് ചോദിച്ചാൽ അതിലൊരു 15 എണ്ണമുണ്ട്. 15 എണ്ണത്തിൻ്റെ പേരാദ്യം കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, പേരാദ്യം പഠിക്കുക. 15 എണ്ണം എനിക്ക് അറിയാമെന്ന് ഉറപ്പാക്കുക. ഒരു 10 എസ്സേ ടൈപ്പ് ചോദിച്ചാൽ 10 എണ്ണമെങ്കിലും എഴുതി അതിന് താഴെ 1-2 പോയിന്റുകൾ എഴുതാൻ നമ്മളെ കൊണ്ട് പറ്റണം. കാരണം എസ്സേ ടൈപ്പ് ചോദിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് എഴുതിയെടുക്കാൻ പറ്റുന്ന ആൻസറാണ്. ഓക്കെ, അതിൽ ഏതൊക്കെയാണ് ആത്മനിഷ്ഠ രീതി, നിരീക്ഷണ രീതി, പരീക്ഷണ രീതി, അതുപോലെ അഭിമുഖം, സർവേ രീതി, ക്ലിനിക്കൽ മെത്തേഡ്, പ്രക്ഷേപണം, സഞ്ചിത രേഖ, ഉപാഖ്യാന രേഖ, ചെക്ക് ലിസ്റ്റ്, റേറ്റിംഗ് സ്കെയില്, പിന്നെന്താണ് കേസ് സ്റ്റഡി, അതുപോലെ ക്രിയാ ഗവേഷണം, ചോദ്യാവലി, അങ്ങനെ ഒരു 15 എണ്ണമുള്ള 15 എണ്ണത്തിൻ്റെ പേരുകൾ നിങ്ങൾക്ക് ആദ്യം ഒന്ന് മനസ്സിൽ ഉറപ്പിക്കാം. എന്നിട്ട് ഓരോന്ന് എടുത്തിട്ട് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രം പഠിച്ചു വെച്ചാലും മതി. ഓക്കെ, ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒത്തിരി കൂടുതൽ കാര്യങ്ങൾ പറയും. പക്ഷേ ആ സമയത്ത് കാരണം ഇത്രയും പറഞ്ഞാലേ നിങ്ങൾക്ക് എക്സാമിൻ്റെ ടൈമിൽ ഒരു 5 പോയിൻ്റെങ്കിലും ഓർമ്മ വരത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ 5 പോയിൻ്റ് പറഞ്ഞാൽ എക്സാമിൻ്റെ ടൈമിൽ നിങ്ങൾക്ക് 3 പോയിൻ്റ് ഓർമ്മ വരത്തുള്ളൂ. ചിലപ്പോൾ അതിൽ 2 എണ്ണം എഴുതാൻ പറ്റുള്ളൂ. നമുക്ക് ഫുൾ മാർക്ക് വേണ്ടേ, അതുകൊണ്ട് ഞാൻ മൊത്തത്തിലൊന്ന് പറയുകയാണ്. ഒന്നാമത്തത് ആത്മനിഷ്ഠ രീതി എന്ന് വെച്ചാൽ നമ്മൾ എന്തിനാണ് ഈ രീതികളൊക്കെ ഉപയോഗിക്കുന്നത്, കുട്ടികളെ ശാസ്ത്രീയമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ആ ബോധമൊന്നും ആദ്യം ഉണ്ടാക്കി വയ്ക്കുക. ഒന്നാമത്തെ ആത്മനിഷ്ഠ രീതി ഇൻട്രോസ്പെക്ഷൻ മെത്തഡ്. പേരിൽ തന്നെ ഉണ്ട്. ഇൻട്രോ, സ്പെസിയർ എന്നീ 2 വാക്കിൽ നിന്നാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന വാക്കുണ്ടായത്. ഇൻട്രോയിൻ്റെ അർത്ഥം എന്താണ്, ഇൻട്രോ അകത്തോട്ട്, ഇൻവേർഡ് എന്നാണ് അർത്ഥം. അതുപോലെ സ്പെസിയർ എന്ന വാക്കിൻ്റെ അർത്ഥം ടു ലുക്ക് അറ്റ്, നോക്കുക എന്നാണ്. അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ കിട്ടി. സ്വന്തം മനസ്സിൻ്റെ ഉള്ളിലേക്ക് നോക്കലാണ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് എന്നുള്ളത്. ഇനി അപ്പോൾ സ്വന്തം മനസ്സിലേക്ക് നോക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാണും, നമ്മുടെ വികാരങ്ങൾ കാണും, ചിന്തകൾ കാണും, ഉത്കണ്ഠകൾ, ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ, ഇതൊക്കെ കാണും. അതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതി വയ്ക്കാം. ഇനി 2 ആൾക്കാരുടെ പേര് അതിൽ പഠിക്കാനുണ്ട്. ഒന്ന് വില്യം വൂണ്ടും 2 എഡ്വേർഡ് റിച്ച്നറുമാണ്. ആത്മനിഷ്ഠ രീതിയുടെ വക്താവ് ആരെന്ന് ചോദിച്ചാൽ വില്യം വൂണ്ടാണ് ആൻസർ എഴുതേണ്ടത്. പിന്നെ എഡ്വേർഡ് റിച്ച്നർ അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ്. അപ്പോൾ 2 പേരുടെ പേര് ഓർത്ത് വെച്ചേക്കുക, വില്യം വൂണ്ട്, എഡ്വേർഡ് റിച്ച്നർ. ഡൗട്ടൊന്നും വിചാരിക്കേണ്ട, ആത്മനിഷ്ഠ രീതിയുടെ വക്താവ് ആരെന്ന് ചോദിച്ചാൽ വില്യം വൂണ്ടിൻ്റെ പേര് തന്നെയാണ് എഴുതേണ്ടത്. ഇനി ഇതിന് 2 പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും പിന്നെ കുറച്ച് നെഗറ്റീവായ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് ചിലപ്പോൾ ഇങ്ങനെ എടുത്ത് ചോദിക്കാറുണ്ട്, 2 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ. അങ്ങനെ അതിൽ നിങ്ങൾക്ക് കാരണം സിമ്പിളാണ്, പക്ഷെ നമുക്ക് ആലോചിച്ചാൽ നമുക്ക് ആ എക്സാം ടൈമിലിരുന്ന് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ പറയുകയാണ്. ഒന്ന് സ്വാഭാവികത, വളരെ നാച്ചുറലായിട്ടാണ്. കാരണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്കിങ്ങനെ ആലോചിക്കാമല്ലോ, നമ്മൾ സ്വന്തം പ്രതീക്ഷകൾ എന്തൊക്കെയാണ്, നമ്മുടെ ജീവിതം ഇപ്പം എങ്ങനെ പോകുന്നു, നെഗറ്റീവ്സ് ഉണ്ടാകും, പോസിറ്റീവ്, അതപ്പോൾ എന്താണ് വളരെ നാച്ചുറലായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ അത് സ്വാഭാവികമാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത ഏത് സാഹചര്യത്തിലുള്ള നിർവഹണ സാധ്യത. നമുക്ക് എവിടെ ഇരുന്നും, നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്തോ പാട്ട് കേൾക്കുമ്പോഴോ, നമുക്ക് എന്ത് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെപ്പറ്റി ഇങ്ങനെ നമുക്കിത് സ്വയം ഇങ്ങനെ ആലോചിച്ച് നോക്കാൻ പറ്റും, ആത്മനിഷ്ഠ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇത് രണ്ടാണ് എൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, സ്വാഭാവികത, അതുപോലെ ഏത് സാഹചര്യത്തിലുമുള്ള നിർവഹണ സാധ്യത. ഇനി എൻ്റെ നെഗറ്റീവ് കാര്യങ്ങളെന്ന് വെച്ചാൽ വിശ്വാസ്യതയില്ല, ശാസ്ത്രീയതയില്ല. അത് വേറെ ഒന്നുമല്ല. വിശ്വാസ്യതയില്ലെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിങ്ങൾക്ക് ചില സുഹൃത്തുക്കളെ കാണുന്നുണ്ടാവും. അപ്പോൾ ആ സുഹൃത്തുക്കളെന്ന് വെച്ചാൽ അവർ എക്സാമിന് നന്നായിട്ടൊക്കെ പഠിച്ചിട്ടൊക്കെ എക്സാമൊക്കെ എഴുതും. എന്നിട്ട് എക്സാം കഴിഞ്ഞിട്ട് അവർ ചോദിക്കുമ്പോൾ അവർ പറയും, അയ്യോ എനിക്കൊന്നും അറിയില്ല കേട്ടോ, എനിക്ക് ഇനി തോക്കുമെന്നാണ് തോന്നുന്നത് എന്നിങ്ങനെ പറയും. അപ്പോൾ പക്ഷേ അവർക്ക് റിസൾട്ട് വരുമ്പോൾ നല്ല മാർക്കും ഉണ്ടാവും. അപ്പോൾ ഇതെന്നെ അവർ പറയുന്നത് വിശ്വസിക്കാനേ നമുക്ക് പറ്റുള്ളൂ. അല്ല അവരെന്ത് എഴുതിയെന്ന് നമുക്കറിയത്തില്ല. ശാസ്ത്രീയമായിട്ട് അതിനെ നമുക്കിങ്ങനെ അനലൈസ് ചെയ്യാൻ നമ്മളെ കയ്യിൽ, നമ്മൾ റോബോട്ടൊന്നുമല്ല, മനുഷ്യരാണ്. അപ്പോൾ അതിൽ വിശ്വാസ്യതയുടെ പ്രശ്നമുണ്ട്, ശാസ്ത്രീയതയുടെ പ്രശ്നമുണ്ട്. അതുപോലെ കുട്ടികൾക്കിത് പറ്റുമോ, എല്ലാ കുട്ടികൾക്കും ഇത് പറ്റുമോ, ഇല്ല. കുറച്ച് കുട്ടികൾക്കേ പറ്റുള്ളൂ, അത്രയും മെച്യൂരിറ്റി ഉള്ള കുട്ടികൾക്കേ പറ്റുള്ളൂ. വളരെ കുട്ടിത്തമുള്ള കുട്ടികൾക്കൊന്നും ഇത് പറ്റില്ല. അതുപോലെ അസാധാരണ മാനസിക പ്രശ്നങ്ങളുള്ള ആൾക്കാർ, അതായത് മാനസിക പ്രശ്നങ്ങളുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ഡിപ്രഷനൊക്കെ ബാധിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് എപ്പോഴും ഇങ്ങനെ ചിന്തിക്കാനൊന്നും പറ്റില്ല. അവർ മറ്റൊരവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള
പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ 2 പോസിറ്റീവ് ഉണ്ട്, 4 നെഗറ്റീവ് ഉണ്ട്. എന്താണ്? ആത്മനിഷ്ഠ രീതി സ്വാഭാവികമാണ്, അതുപോലെ ഏത് സാഹചര്യത്തിലും നിർവഹിക്കാൻ പറ്റും. 4 നെഗറ്റീവ് ഏതൊക്കെയാണ്? വിശ്വാസ്യതയില്ല, ശാസ്ത്രീയതയില്ല, ഇല്ലെന്ന് കുറവെന്ന് എഴുതാം കേട്ടോ. വിശ്വാസ്യത കുറവ്, ശാസ്ത്രീയ കുറവ്, അതുപോലെ കുട്ടികളിൽ പ്രായോഗികമല്ല, അതുപോലെ അസാധാരണ മാനസിക പ്രശ്നങ്ങളുള്ള ആൾക്കാർക്കും ഇത് പ്രായോഗികമല്ല. ഓക്കെ, ആത്മനിഷ്ഠ രീതി അപ്പം പഠിച്ചു. ഇനി രണ്ടാമത്തത് നിരീക്ഷണ രീതിയാണ്, ഒബ്സർവേഷൻ. നമുക്കറിയാം, നിരീക്ഷിക്കാൻ നമ്മൾ നന്നായിട്ട് വായി നോക്കുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പോൾ ഒരു വ്യക്തിയുടെ വ്യവഹാരം നമ്മളിങ്ങനെ നിരീക്ഷിക്കുന്നു, അത് തന്നെയാണ് നിരീക്ഷണ രീതി. അത്രേ ഉള്ളൂ. ഒരു വ്യക്തി, നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡായിട്ട് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും: ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെ തത്സമയം നേരിട്ട് നിരീക്ഷിക്കുന്നു. ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെ തത്സമയം നേരിട്ട് നിരീക്ഷിക്കുന്നു. എക്സാം ഇങ്ങനെ നമ്മൾ വായി നോക്കുന്നു എന്ന് എഴുതാൻ പറ്റത്തില്ല, നമുക്ക് നല്ല ലാംഗ്വേജിൽ എഴുതണം. ഇനി 2 തരത്തിലുള്ള നിരീക്ഷണമാണുള്ളത്. ഒന്ന് പരോക്ഷ നിരീക്ഷണം, ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ ഉണ്ട്. പിന്നെ ഭാഗഭാഗിത്വ നിരീക്ഷണം അഥവാ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ ഉണ്ട്. പേരിൽ നിന്ന് നമുക്ക് കിട്ടും പരോക്ഷ നിരീക്ഷണം, അതായത് പ്രത്യക്ഷമല്ല, പരോക്ഷമാണ്. അതായത് വ്യവഹാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഗ്രൂപ്പ് അറിയാതെയാണ് നിരീക്ഷിക്കുന്നത്, അവരറിയുന്നില്ല നമ്മളവരെ നിരീക്ഷിക്കുന്ന കാര്യം. അങ്ങനെ നിരീക്ഷിക്കുകയാണെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കും? പരോക്ഷ നിരീക്ഷണം എന്ന് വിളിക്കും. ഇനി നിരീക്ഷകൻ കൂടി നിരീക്ഷണ വിധേയവർക്കൊപ്പം, അപ്പോൾ അതൊരു നമ്മളൊരു ക്ലാസ്സിൽ, ഇപ്പം ഞാൻ അധ്യാപകനാണ്, ഒരു 5 കുട്ടികളുണ്ട്, അവരാണ് എനിക്ക് നിരീക്ഷിക്കുന്നത്. അപ്പം ഞാൻ ഒരു 5 കുട്ടികളെ ഗ്രൂപ്പാക്കിയിട്ട് ഞാനും ആ ഗ്രൂപ്പിൻ്റെ അകത്ത് നിന്ന് ആക്ടിവിറ്റീസൊക്കെ ചെയ്യണം, കുട്ടികളെ സഹായിക്കുന്നു. എന്നിട്ട് ആ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് എന്താണ്, പിന്നെ അവർ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ടോ, ഇത് അതിൻ്റെ കൂടെ നിന്നുകൊണ്ട്, ആക്ടിവിറ്റിയുടെ കൂടെ നിന്നുകൊണ്ട് ഞാനത് മനസ്സിലാക്കുകയാണ്. അപ്പോൾ അങ്ങനെ കൂടെ നിന്നിട്ട് മനസ്സിലാക്കിയാൽ, ഒബ്സർവ് ചെയ്താൽ അതിനെ ഭാഗമായി നിന്നുകൊണ്ട്, പാർട്ടിസിപ്പൻ്റ്. ഇതിനൊക്കെ ചിലപ്പോൾ മലയാളം വാക്കുകൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വേറെ വാക്കുകൾ കാണാം, പക്ഷേ ഇംഗ്ലീഷ് വാക്ക് കറക്റ്റായിട്ടുണ്ടാവും. പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്നാണ്. ഇനി ഇതിങ്ങനെ നിരീക്ഷണ രീതി നല്ലപോലെ നടക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ വേണം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം: നിരീക്ഷണ രീതി ഫലപ്രദമാകണമെങ്കിൽ വേണ്ട കാര്യങ്ങളെന്ന് എഴുതി താഴെ ഒരു വരയൊക്കെ ഇട്ടിട്ട് താഴെ പോയിന്റ് എഴുതിയിട്ട് ഫുൾ മാർക്ക് കിട്ടും നമുക്ക്. എന്താണ്? ഒന്ന്, നിരീക്ഷണം ഫലപ്രദമാവണമെങ്കിൽ എന്തൊക്കെ വേണം? ഒന്ന്, കൃത്യമായ ആസൂത്രണം വേണം, നല്ല പ്ലാനിങ് വേണം. 2, ഉപകരണങ്ങളുടെ കൃത്യമായ ഉപയോഗം. ഉപകരണങ്ങൾ എന്തൊക്കെയാണ്? നിരീക്ഷിക്കാൻ വേണ്ട ഉപകരണങ്ങൾ, ക്യാമറ, ടേപ്പ് റെക്കോർഡർ, അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പോൾ ഉപകരണങ്ങളുടെ കൃത്യമായ ഉപയോഗം. അതുപോലെ നിരീക്ഷകൻ്റെ മികച്ച വൈദഗ്ധ്യം. എല്ലാവർക്കും നിരീക്ഷിക്കാൻ പറ്റുമോ? വായി നോക്കാൻ എല്ലാവർക്കും പറ്റും, പക്ഷേ ആ നിരീക്ഷിക്കുന്ന കാര്യങ്ങൾ നല്ല ശ്രദ്ധയോടെ വേണ്ട കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ എല്ലാവർക്കും പറ്റത്തില്ല. അപ്പം നല്ല നിരീക്ഷണ വൈകല്യമുള്ള, നന്നായിട്ട് വായി നോക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ വസ്തുനിഷ്ഠമായ സമീപനം വേണം. വസ്തുനിഷ്ഠമായ സമീപനം, നമുക്ക് ഇഷ്ടമുള്ള ആളാണെന്ന് കരുതി നമുക്ക് ആ കാര്യങ്ങളൊന്നും കണ്ണടച്ച് കളയുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ആളാണെന്ന് കരുതി ചെറിയ കാര്യങ്ങൾ ഊതി ഉറപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അപ്പം നിരീക്ഷണം ഫലപ്രദമാണെങ്കിൽ 4 കാര്യങ്ങൾ വേണം. എന്തൊക്കെയാണ്? കൃത്യമായ ആസൂത്രണം, ഉപകരണങ്ങളുടെ കൃത്യമായ ഉപയോഗം, നിരീക്ഷകൻ്റെ മികച്ച വൈദഗ്ധ്യം, വസ്തുനിഷ്ഠമായ സമീപനം. ഈ 4 കാര്യങ്ങൾ വേണം. ഇനി ഈ നിരീക്ഷണ രീതിക്ക് നെഗറ്റീവായിട്ട് പറയുന്ന, അല്ലെങ്കിൽ മേന്മ ഇല്ലാതാക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് ഇങ്ങനെ എഴുതാം, താഴെ പോയിന്റായിട്ട് ഇങ്ങനെ എഴുതാം. ഒന്ന്, യോഗ്യതയുള്ള നിരീക്ഷകരുടെ കുറവ്. പോസിറ്റീവ് പറഞ്ഞ കാര്യം തന്നെയാണ് നെഗറ്റീവിൽ പറഞ്ഞത്, ഒന്ന് ട്വിസ്റ്റ് ചെയ്തതേ ഉള്ളൂ. യോഗ്യതയുള്ള നിരീക്ഷകരുടെ കുറവ്, അതുപോലെ നിരീക്ഷക പക്ഷപാതിത്വം, പാർഷ്വാലിറ്റി ഇല്ലാതെ നിരീക്ഷിക്കുക. അത് തന്നെയാണ് നമ്മൾ അപ്പുറത്ത് പറഞ്ഞ വസ്തുനിഷ്ഠമായ സമീപനം, രണ്ടും ഒന്ന് തന്നെ. നിരീക്ഷക പക്ഷപാതിത്വം, അതുപോലെ വിവരങ്ങളുടെ രേഖീകരണ വൈഷമ്യം. ഇങ്ങനെ നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റേനെ അനലൈസ് ചെയ്യണം. ഇതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് അവരങ്ങനെ പെരുമാറുന്നത്. അങ്ങനെ നമുക്ക് അനലൈസ് ചെയ്യാനും പറ്റണം. അപ്പോൾ ഈ 3 പ്രശ്നങ്ങളാണ് നിരീക്ഷണ രീതിക്കൊരു ഡ്രോബാക്കായിട്ട് പറയാൻ പറ്റുക. ഇനി 3ാമത്തെ രീതിയാണ് പരീക്ഷണ രീതി, എക്സ്പെരിമെൻ്റൽ മെത്തേഡ്. അതിനകത്ത് ഒത്തിരി 1 വേർഡിനുള്ള ആൻസർ അതിനകത്ത് കിടപ്പുണ്ട്. ഒന്ന്, ആദ്യത്തെ മനഃശാസ്ത്ര ലബോറട്ടറി സ്ഥാപിച്ച ആൾ വില്യം വോണ്ടാണ്. സ്ഥാപിച്ച സ്ഥലം ജർമ്മനിയിലെ ലിപ്സിഗിലാണ്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ, വർഷവും ചോദിച്ചിട്ടുണ്ട്. 1879. ആദ്യത്തെ മനഃശാസ്ത്ര ലബോറട്ടറി സ്ഥാപിച്ചത് വില്യം വോണ്ടാണ്, ജർമ്മനിയിലെ ലിപ്സിഗിലാണ്, 1879. പരീക്ഷണ രീതി പറഞ്ഞപ്പോൾ നമ്മൾ എന്തിനാണ് ഈ മനഃശാസ്ത്ര ലബോറട്ടറിയുടെ കാര്യം പറഞ്ഞത്? കാരണം പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആൾ ഈ വില്യം വോണ്ടാണ്. പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ്. ഇത് ചോദിച്ചിട്ടുണ്ട്, ഇതും ചോദിച്ചിട്ടുണ്ട്, DLEDനും ചോദിച്ചിട്ടുണ്ട്, അതുപോലെ കേട്ടിട്ടുണ്ട്. ചൈൽഡ് പാർട്ട് 1 ഇല്ലേ, അവിടെയും ചോദിക്കാറുണ്ട് ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾ പരീക്ഷണം ചെയ്യുന്ന, നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പരീക്ഷണം ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് വലിയ ക്ലാസ്സുകളിൽ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒരു പരീക്ഷകനുണ്ടാവും, പരീക്ഷണം ചെയ്യുന്ന ആൾ. അയാൾ എന്ത് ചെയ്യും? പരീക്ഷണത്തിൽ 2 വസ്തുക്കളാണ്. ഒന്ന് കോൺസ്റ്റൻറ്റ്, മാറാത്ത വസ്തുക്കളുണ്ടാവും, വേരിയബിൾസ്, മാറുന്ന വസ്തുക്കളുണ്ടാവും. അപ്പോൾ ഈ വേരിയബിൾസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് പരിശോധിക്കുകയാണ് പരീക്ഷകൻ ചെയ്യുന്നത്. അത് നോർമലി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അത് തന്നെ ഒന്ന് മലയാളത്തിലൊന്ന് ഭംഗിയായിട്ട് എഴുതണമെന്നേ ഉള്ളൂ. ഇവിടെ എന്താണ്? പരീക്ഷകൻ അല്ലെങ്കിൽ പരീക്ഷണ രീതിയിൽ ഒരു സംഭവം ഉണ്ടാകുന്നതിൻ്റെ വ്യവസ്ഥകളും സാഹചര്യങ്ങളും പരീക്ഷകൻ്റെ നിയന്ത്രണത്തിലായിരിക്കും. പരീക്ഷണം ചെയ്യുന്ന ആളിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും എല്ലാ കാര്യങ്ങളും.
പരീക്ഷകന് സാഹചര്യങ്ങളെ വ്യത്യസ്തമാക്കാനും നിരീക്ഷിക്കാനും പറ്റും. അതായത് വേരിയബിൾസിനെ മാറ്റാനും അതിനനുസരിച്ച് എന്ത് റിസൾട്ട് ഉണ്ടാകുന്നു നിരീക്ഷിക്കാനും പറ്റും. അതിൽ അത്രയേ പഠിക്കാനുള്ളൂ. ഇനി 4 അഭിമുഖം. അഭിമുഖം എന്താണെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ അത് നല്ല ഭാഷയിൽ എഴുതണം. അതിനെങ്ങനെ എഴുതും? ഏതെങ്കിലും ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി 2ഓ അതിലധികമോ വ്യക്തികൾ മുഖാമുഖമായോ അല്ലാതെയോ നടത്തുന്ന സംഭാഷണമാണ് അഭിമുഖം. എന്താണ്? ഏതെങ്കിലും ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി, അതായത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ, അങ്ങനെ എഴുതിയാലും മതി. 2ഓ അതിലധികമോ വ്യക്തികൾ, 2ൽ കുറവ് പറ്റത്തില്ലല്ലോ. ഒരു അഭിമുഖം ചെയ്യുന്ന ഒരാളും വേണം, സംസാരിക്കുന്ന ഒരാളും വേണം. അപ്പോൾ 2ഓ അതിലധികമോ വ്യക്തികൾ മുഖാമുഖമായ, ഫേസ് ടു ഫേസ് ആയ, നേരിട്ടിരുന്നോ അല്ലാണ്ടോ, ഇപ്പോൾ ഓൺലൈനായിട്ടൊക്കെ നടക്കാറുണ്ടല്ലോ, അല്ലാണ്ടോ നടത്തുന്ന സംഭാഷണമാണ് അഭിമുഖം എന്നുള്ളത്. ഇനി ഒരു പോയിന്റ് നമുക്ക് എഴുതാം. അഭിമുഖകാരൻ്റെ കഴിവിനെ ആശ്രയിച്ചിട്ടാണ് അഭിമുഖത്തിൻ്റെ വിജയം. നല്ല അഭിമുഖം എന്ന് പറയണമെങ്കിൽ ഇത് അഭിമുഖകാരൻ്റെ, അഭിമുഖം ചെയ്യുന്ന ആളിൻ്റെ കഴിവിനനുസരിച്ചിട്ട്. അപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ ധന്യ വർമ്മയുടെ ഒക്കെ ഇൻ്റർവ്യൂസിനൊക്കെ ഭയങ്കര വ്യൂസാണ്. കാരണം അത്രയും ക്വാളിറ്റിയിൽ ചോദ്യങ്ങൾ ചോദിക്കും എന്നുള്ളതൊക്കെ കൊണ്ടാണ്. ഇനി അഭിമുഖം 2 തരത്തിലുണ്ട്. സുഘടിതമുണ്ട്, സുഘടിതമല്ലാത്തത്. സുഘടിതം എന്ന് വെച്ചാൽ സ്ട്രക്ചേർഡ്, കൃത്യമായ രൂപം ഉണ്ടാവും. നല്ല സ്റ്റാൻഡേർഡ് ഇൻ്റർവ്യൂസ് എന്ന് പറയത്തില്ല, അത് തന്നെ. സുഘടിതമല്ലാത്തതെന്ന് വെച്ചാൽ അൺസ്ട്രക്ചേർഡ്. ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു എന്താണ് ഒരു റിപ്പോർട്ടർ, നമ്മൾ സാധാരണ കാണാറുള്ളത് ന്യൂസ് റിപ്പോർട്ടർ. ഇപ്പോൾ നമ്മുടെ കനകക്കുന്ന് പാലസിലൊരു പരിപാടി നടക്കുന്നു. അവിടെ പോയി ആ പരിപാടി റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരു സിനി ആർട്ടിസ്റ്റിനെ കാണുന്നു. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിന് തോന്നുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നു, അദ്ദേഹം അതിൻ്റെ റിപ്ലൈ തരുന്നു. അത് സുഘടിതമല്ല. നമ്മൾ നേരിട്ട് ഇതൊക്കെ ചോദിക്കണം അങ്ങനെയൊന്നും ചെയ്ത് വെച്ചിട്ടില്ല, സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള അഭിമുഖത്തിനാണ് നമ്മൾ അൺസ്ട്രക്ചേർഡ് എന്ന്, സുഘടിതമല്ലാത്തതെന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ സാധാരണ കാണുന്ന അഭിമുഖങ്ങളെല്ലാം സുഘടിതമായിട്ടുള്ള അഭിമുഖങ്ങളാണ്. ഇനി ഈ അഭിമുഖത്തിൻ്റെ പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്. അതൊന്ന് നോക്കി വെച്ചേക്കാം. നമുക്ക് അറിയാവുന്നുള്ള കാര്യം തന്നെ, പക്ഷെ ഒന്ന് നോക്കി വെച്ചേക്കാം. ഒന്ന്, സാഹചര്യത്തിനനുസരിച്ച് നമുക്കത് മാറ്റാൻ പറ്റും. ചോദ്യങ്ങളൊക്കെ സാഹചര്യത്തിനനുസരിച്ച് മാറ്റാൻ പറ്റും. ഇൻ്റർവ്യൂ നടക്കുന്നവരെ നമുക്ക് ചോദ്യങ്ങളൊക്കെ മാറ്റാം. അതുപോലെ വിശദീകരണ സാധ്യതയുണ്ട്. ഈ പറയുന്ന ആളിന് നന്നായിട്ട് സംസാരിക്കാൻ നമ്മൾ സമയം കൊടുക്കുകയാണെങ്കിൽ, അതുപോലെയൊക്കെ അദ്ദേഹത്തിനെ ഇറിറ്റേറ്റ് ചെയ്യാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം ഇങ്ങനെ വിശദീകരിക്കാൻ സാധ്യതയുണ്ട്. അത് 2 പോസിറ്റീവ്സാണ്. ഇനി നെഗറ്റീവ്സ് പറയാം. വിഷയ വ്യതിചലനം, വിഷയം മാറിപ്പോവാം. അപ്പോൾ നമ്മൾ രാഷ്ട്രീയക്കാരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? പയറെന്താണെന്ന് ചോദിക്കുമ്പോൾ അരി എന്താണെന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയുന്ന പോലെ ഒരു വിഷയത്തിൽ നിന്ന് മാറി സംസാരിക്കും. അപ്പോൾ അത് വിഷയ വ്യതിചലനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ സമയനഷ്ടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കൃത്രിമ സാഹചര്യങ്ങളും ചോദ്യകർത്താവിൻ്റെ താല്പര്യങ്ങളും ഒക്കെ ഇതിൻ്റെ പരിമിതിയായിട്ട് വരാറുണ്ട്. കൃത്രിമ സാഹചര്യം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ആടുജീവിത സിനിമയൊക്കെ കണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് നജീബിനെ പറ്റിയിട്ട് ഒരാളിങ്ങനെ ഇൻ്റർവ്യൂവിന് ചോദിക്കണം. നജീബ്, നിങ്ങൾ ആ മരുഭൂമിയിൽ ഇത്രയും കഷ്ടതയിൽ കിടന്ന സമയത്ത് നിങ്ങൾ ജീവിതം സിനിമയാകുന്നു, അതിൽ പൃഥ്വിരാജ് അഭിനയിക്കും എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിരുന്നോ? അത് എന്തൊരു ബ്ലണ്ടർ ചോദ്യമാണല്ലേ. മനുഷ്യൻ ജീവൻ നഷ്ടപ്പെട്ടു, ഇനി കുടുംബത്തെ കാണാൻ പറ്റില്ല, പിന്നെ ദൈവത്തിനെ വിളിച്ചിങ്ങനെ മരിക്കാൻ റെഡിയായി കിടന്നൊരു മനുഷ്യൻ്റെ അടുത്ത് ആ മനുഷ്യൻ ആലോചിക്കുമോ, എൻ്റെ ജീവിതം ഞാൻ എന്തെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയിട്ട് എൻ്റെ ജീവിതം സിനിമയായി അതിൽ പൃഥ്വിരാജ് അഭിനയിക്കും നമ്മൾ വിചാരിക്കില്ല. അത് ബ്ലണ്ടർ ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ, അതുപോലെ ഈ ചോദ്യകർത്താവിൻ്റെ സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യ അവതരണ രീതി, അല്ലെങ്കിൽ ചോദ്യകർത്താവിൻ്റെ താല്പര്യം. ഇപ്പം നല്ലൊരു ഇൻ്റർവ്യൂ എടുക്കണം എന്ന ഒരു ഉദ്ദേശത്തിലാണ് ചോദ്യകർത്താവ് ചോദ്യം ചോദിക്കുന്നതെങ്കിൽ അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും. അല്ലാതെ റീച്ച് കൂട്ടണം എന്ന ഒരു രീതിയിലാണ് ചോദിക്കുന്നതെങ്കിലോ അതിൻ്റെ സ്റ്റാൻഡേർഡിന് കുറവ് സംഭവിക്കും. അപ്പോൾ അതും ഒക്കെ ഈ ഇൻ്റർവ്യൂവിനെ നെഗറ്റീവായിട്ട് ബാധിക്കാറുണ്ട്. അത് ഇതും ടെക്സ്റ്റ് ബുക്കിലൊക്കെ വളരെ ഇങ്ങനെ വിശദീകരിച്ച് കൊടുത്തിട്ടുള്ള സംഭവമാണ്. ഇത് പോയിന്റ് മാത്രമായിട്ട് പറയുകയാണ്. 2 ഗുണങ്ങളും 3-4 നെഗറ്റീവ്സും പറഞ്ഞു. ഇനി 5-മത്തേത് സർവേ രീതിയാണ്. നമ്മൾ സർവേ ഒക്കെ ഇഷ്ടംപോലെ ചെയ്യുന്നതല്ലേ. പിന്നെ യൂട്യൂബിലൊക്കെ സർവീസ് വരാറുണ്ട്. വേറൊന്നുമല്ല, ഒരു നിർദ്ദിഷ്ട സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അത്രയും നിങ്ങൾ അങ്ങനെയും പഠിക്കേണ്ട, നിങ്ങൾ ഏറ്റവും സിമ്പിളായിട്ട് ഇങ്ങനെ പഠിക്കാം. സ്വാഭാവിക സാഹചര്യങ്ങളിൽ വലിയൊരു ഗ്രൂപ്പിൽ നിന്നുള്ള വിവരശേഖരണമാണ് സർവേ. സ്വാഭാവിക സാഹചര്യങ്ങളിൽ വലിയൊരു ഗ്രൂപ്പിൽ നിന്നുള്ള വിവരശേഖരണം, വലിയൊരു ഗ്രൂപ്പിൽ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ സർവേ എന്ന് വിളിക്കുക. അതിൻ്റെ സ്റ്റെപ്പുകൾ ചോദിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് സ്റ്റെപ്പുകളെന്ന് പറഞ്ഞിട്ട് എഴുതണം. സർവേ രീതി ചോദിക്കുമ്പോൾ എഴുതണം. ഘട്ടങ്ങൾ എന്ന് പറഞ്ഞിട്ട് താഴെ എഴുതണം. 1 ആസൂത്രണം, പ്ലാനിങ് ആണ് എല്ലാത്തിലും ആദ്യം വരിക. പിന്നെ സാമ്പിൾ തിരഞ്ഞെടുക്കൽ. ഇപ്പോൾ കേരളത്തിൽ മൊത്തം ഒരു പനിയുടെ കണക്കെടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ജില്ലയിലെയും കുറച്ച് വീതം കണക്കെടുക്കും. അതിനെ നമ്മൾ സാമ്പിൾ എന്ന് വിളിക്കും. അപ്പോൾ സാമ്പിൾ തിരഞ്ഞെടുക്കൽ, അതുപോലെ വിവരശേഖരണം, എന്നിട്ട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും, വിവര വിശകലനം, എന്നിട്ട് ആ ഡീറ്റെയിൽസ് എന്ത് ചെയ്യും, അനലൈസ് ചെയ്യും, എന്നിട്ടോ നിഗമനത്തിൽ എത്തിച്ചേരും. ഇത്രയേ ഉള്ളൂ. ആകെ ഇത്ര സ്റ്റെപ്പേ ഉള്ളൂ. ഏതൊക്കെയാണ് സർവേ രീതിയിലെ സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ ഘട്ടങ്ങൾ? ആസൂത്രണം, സാമ്പിൾ തിരഞ്ഞെടുക്കൽ, വിവരശേഖരണം, വിവര വിശകലനം, നിഗമനത്തിലെത്തൽ. ഓക്കെ, സിമ്പിളായിട്ട് എഴുതാമല്ലോ. ഇനി 6-മത്തെ മെത്തേഡാണ് ക്ലിനിക്കൽ മെത്തേഡ്. ക്ലിനിക്സ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരുന്ന ഹോസ്പിറ്റൽസ് എന്നല്ലേ, ക്ലിനിക്കുകൾ,
ഹോസ്പിറ്റൽ എന്ന അർത്ഥത്തിൽ. അപ്പോൾ അത് വെച്ചൊന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം, കാരണം പറയുമ്പോൾ മനസ്സിലാവും. മനോരോഗബാധിതരായവരുടെ രോഗനിർണയത്തിലും ചികിത്സയിലാണ് ഇത് അധികം ഉപയോഗിക്കുന്നത്. അതായത് മനോരോഗബാധിതരായിട്ടുള്ള ആൾക്കാരെ ഹോസ്പിറ്റലൈസ്ഡ് ചെയ്യുക എന്നതാണ് ഈ ക്ലിനിക്കൽ മെത്തേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിനിക്കൽ പശ്ചാത്തലത്തിൽ, അതായത് ഹോസ്പിറ്റലിൽ വ്യക്തിയുടെ അസ്വാഭാവിക പ്രശ്നങ്ങൾ പഠിക്കുന്നു, കണ്ടെത്തുന്നു, എന്നിട്ട് വൈദ്യശാസ്ത്ര മാർഗങ്ങളിലൂടെ അത് പരിഹരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ക്ലാസ് റൂമിൽ ചെല്ലുന്ന സമയത്ത് പല തരത്തിലുള്ള കുട്ടികളുണ്ടാവും. ഇപ്പോൾ ചില ആൾക്കാർക്ക് നമ്മളൊരു പരിഗണന കിട്ടിയാൽ തന്നെ അവർ വളരെ നല്ല രീതിയിലോട്ട് മാറും. ചില കുട്ടികൾക്ക് എന്തെങ്കിലും ചൈൽഡ്ഹുഡ് ട്രോമയൊക്കെ ഉള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൗൺസിലൊക്കെ വേണ്ടി വരും. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ ചില കുട്ടികൾക്ക് അവർക്ക് ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോകേണ്ട ആവശ്യം വരും. ക്ലിനിക്കൽ മെത്തേഡ് തന്നെ അവർക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം വരും. അതെന്തിനാണ് ഈ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നത്? അവരുടെ അസ്വാഭാവികമായിട്ടുള്ള സ്വഭാവങ്ങൾ പഠിക്കാനും പ്രശ്നങ്ങൾ പഠിക്കാനും അതിനെ കണ്ടെത്താനും അതുപോലെ അതിനെ പരിഹരിക്കാനാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ വക്താവിൻ്റെ പേര് മറന്നു പോകരുത്, ചോദിക്കാറുണ്ട്. ലൈറ്റ്നർ വിറ്റ്മർ. നിങ്ങളിത് ഓർത്ത് വെച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കോഡ് പറയാം. അത് വേറൊന്നുമല്ല. ഇപ്പോൾ ക്ലിനിക്കൽ മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ, മനോരോഗബാധിതരായിട്ടുള്ള അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാകും, ഇതുപോലെ ഭ്രാന്തുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഷോക്ക് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പം നാച്ചുറലി നമ്മൾ ഷോക്ക് എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് ഭൂമിയിൽ അത് കാണുന്നത് എങ്ങനെയാണ്? ലൈറ്റനിങ്ങിൻ്റെ രൂപത്തിലാണ്, അതായത് മിന്നലിൻ്റെ രൂപത്തിലാണ് ഷോക്ക് ഉണ്ടാവുക അല്ലേ. മിന്നലിലാണ് ഷോക്ക് ഉണ്ടാവും. ഇലക്ട്രിസിറ്റി നമ്മൾ ഉണ്ടാക്കിയതല്ലേ, മിന്നലിലാണ് കറണ്ട് ഉണ്ടാവും. അപ്പം ലൈറ്റനിങ് അല്ലേ മിന്നൽ. ലൈറ്റ്നർ വിറ്റ്മറാണ് ക്ലിനിക്കൽ മെത്തേഡ് ഹോസ്പിറ്റലിലെ. എന്നാൽ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വേറൊരു മെത്തേഡ് ഇവിടെ നമ്മൾ ഈ 15 ഇല്ല കേട്ടോ, ഈ ഒരൊറ്റ മെത്തേഡേ ഉള്ളൂ. അപ്പം അങ്ങനെ ഓർത്ത് വെച്ചേക്കാം. മനോരോഗ ബാധിതരായ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ക്ലിനിക്കൽ പശ്ചാത്തലത്തിൽ ലൈറ്റനിങ് ഷോക്ക് കൊടുക്കുക, ലൈറ്റ്നർ വിറ്റ്മർ എന്നാണ് അതിൻ്റെ പേര്. ഇദ്ദേഹം ക്ലിനിക്കൽ സൈക്കോളജിയുടെയും ക്ലിനിക്കൽ മെത്തേഡിൻ്റെയും പിന്നെ ഒരു ഉപജ്ഞാതാവെന്ന് പറയാം. ക്ലിനിക്കൽ സൈക്കോളജിയുടെയും ക്ലിനിക്കൽ മെത്തേഡിൻ്റെയും ആളാരാണെന്ന് ചോദിച്ചാൽ ലൈറ്റ്നർ വിറ്റ്മറാണ്. ഇനി 7ാമത്തത് ഏതാണ്? സോഷ്യോമെട്രി സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അത് വേറൊന്നുമല്ല, ഒരു ഗ്രൂപ്പിനുള്ളിലെ അംഗങ്ങളുടെ സാമൂഹ്യ ബന്ധത്തിൻ്റെ തോത് നിർണ്ണയിക്കാനും അയാളുടെ സ്വീകാര്യതയും അയാളോടുള്ള വിമുഖതയും എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു മാർഗ്ഗമാണ് സോഷ്യോമെട്രി. സാമൂഹിക ബന്ധ പരിശോധന. അതായത് സാമൂഹികമായിട്ടൊരു സമൂഹത്തിൽ, ഒരു ഗ്രൂപ്പിൽ അതിൽ ഓരോ അംഗങ്ങളുടെ പരസ്പരമുള്ള കണക്ഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ പരസ്പരമുള്ള വിമുഖത എങ്ങനെയാണ്, മിണ്ടുന്നുണ്ടോ, അല്ലെങ്കിൽ നന്നായിട്ട് മിങ്കിൾ ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോഷ്യോമെട്രിക് ടെക്നിക്ക് ഉപയോഗിക്കുക. അതിൻ്റെ വക്താവിൻ്റെ പേര് J.L. മൊറീനോ എന്നാണ്. സോഷ്യോമെട്രിക് ടെക്നിക്കിൻ്റെ വക്താവിൻ്റെ പേര് J.L. മൊറീനോ. സോഷ്യോ മൊറീനോ, രണ്ടും ഓ എന്നൊരു അർത്ഥമില്ലേ, സോഷ്യോ മൊറീനോ. അങ്ങനെ വെച്ചിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ക്ലാസ്സിൽ ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് നമ്മൾ അംഗങ്ങളോട് വിവിധ സാഹചര്യങ്ങളിൽ അവരോടൊപ്പം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ പേരും ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ പേരും നമ്മൾ പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം. അതായത് ക്ലാസ്സിൽ പോയി എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, പഠനയാത്ര പോകുമ്പോൾ ബസ്സിൽ കൂടെ ആരിരിക്കണം അല്ലെങ്കിൽ കൂടെ ആരിരിക്കേണ്ട, അതിങ്ങനെ പറയാം. അപ്പോൾ എന്ത് ചെയ്യും, അവർ ക്ലാസ്സിലുള്ള എല്ലാവരെയും നമുക്ക് റിസൾട്ട് കിട്ടും. പേജ് 11 അവിടെ ഒരു ചാർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ താഴെ ഒരു ചിത്രീകരണം കൊടുത്തിരിക്കുന്നതുണ്ടോ? ആ ചിത്രീകരണം വെച്ചാൽ ഇവരുടെ ഈ ഗ്രൂപ്പിലെ, ഈ 10 പേരുടെ ഗ്രൂപ്പിലെ കണക്ഷൻ എങ്ങനെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണെന്ന് നമുക്ക് ആ ടേബിൾ വരയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യം ഒരു ചോദ്യം ചോദിക്കുക, അതിൻ്റെ ഉത്തരം എടുക്കുക, എന്നിട്ട് അതനുസരിച്ച് ടേബിൾ വരയ്ക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം, ഇവർ തമ്മിലുള്ള കണക്ഷൻ ഒരു ചിത്രം രൂപത്തിൽ വരയ്ക്കും. അതിൽ നമ്മൾ ചിഹ്നം ഉപയോഗിക്കും, ആരോ മാർക്ക് ഉപയോഗിച്ചിട്ടാണ് ചിത്രം വരയ്ക്കുക. ആ ചിത്രത്തിനെ വിളിക്കുന്ന പേരാണ് സോഷ്യോഗ്രാം. ടെക്നിക്കിൻ്റെ പേര് സോഷ്യോമെട്രിക് ടെക്നിക്ക്. ആ ചിത്രത്തിന് അങ്ങനെ ചിത്രം വരയ്ക്കുമ്പോൾ അതിനെ ഉപയോഗിക്കുന്ന പേരാണ് സോഷ്യോഗ്രാം. ഈ സോഷ്യോഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. ഒരു ക്ലാസ്സിൽ കുറേ അധികം കുട്ടികളുണ്ട്. അതിൽ ആരൊക്കെ ഉണ്ടാവും? താരങ്ങളുണ്ടാവും, സ്റ്റാർസ് ഉണ്ടാവും, ദ്വന്ദ്ങ്ങളുണ്ടാവും, ട്വിൻസ് ഉണ്ടാവും, ക്ലിക്കുകളുണ്ടാവും, അതുപോലെ ഗ്യാങ്ങുകളുണ്ടാവും, ഐസൊലേറ്റുകളുണ്ടാവും. ഇത് മനസ്സിലാക്കി ഈ 5 കൂട്ടരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോഷ്യോഗ്രാം തയ്യാറാക്കുന്നത്. താരങ്ങളെന്ന് വെച്ചാൽ എന്താണ്? കൂടുതൽ വ്യക്തികളാൽ നിർദ്ദേശിക്കുന്ന ആളുകൾ. സ്റ്റാറുകൾ നമുക്കറിയാലോ, പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കൂടുതൽ വ്യക്തികളാൽ നിർദ്ദേശിക്കപ്പെടുന്ന ആൾ. എൻ്റെ കൂടെ ഈ കുട്ടി ഇരിക്കണം എന്നാൽ കൂടുതൽ പേര് ആരെക്കുറിച്ചാണ് പറയുന്നത്, അതാണ് ആ ക്ലാസ്സിലെ സ്റ്റാർ. ഇനി ചില കൂട്ടുകാർ, 2 കൂട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഫ്രണ്ട്സ് ആയിരിക്കും, 2 പേര് മാത്രം, 2 പേരുള്ള ഗ്രൂപ്പുകൾ. അങ്ങനെ 2 പേരുണ്ടെങ്കിൽ അതിനെ ട്വിൻസ് എന്ന് വിളിക്കും. ട്വിൻസ് എന്ന് വെച്ചാൽ 2 പേരെന്നല്ല, ട്വിൻസ്, ദ്വന്ദ്ങ്ങൾ. ഇനി 2ൽ കൂടുതൽ പേരുണ്ടെങ്കിൽ ക്ലിക്കുകളെന്ന് വിളിക്കും. ഇപ്പോൾ 3 4 പേരൊക്കെ ആണെങ്കിൽ ക്ലിക്കുകളെന്ന് വിളിക്കും.
ഇനി 3 4 പകരം 6 7 പേര് അതിൽ കൂടുതൽ വന്നാൽ, അതായത് കൂടുതൽ അംഗങ്ങളുള്ള ഒരു ചങ്ങല പോലെ ഒരു ഗ്രൂപ്പുണ്ട്. ക്ലാസ്സിൽ ഇപ്പോൾ 6 7 പേര് ഒരു ഗ്യാങ് ആയിരിക്കും. നമ്മൾ അങ്ങനെ തന്നെയല്ലേ പറയാം, ഗ്യാങ്ങുകൾ. അങ്ങനെ കൂടുതൽ പേരുണ്ടെങ്കിൽ, കൂടുതൽ പേര് ഒരു ചങ്ങല പോലെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഗ്യാങ്ങുകളെന്ന് വിളിക്കും. ഇനി ആരെയും നിർദ്ദേശിക്കാതെയും ആരാലും നിർദ്ദേശിക്കപ്പെടാതെ ഇരിക്കുന്ന ആൾക്കാരാണ് ഐസൊലേറ്റുകൾ അല്ലെങ്കിൽ ഏകാകികൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സോഷ്യോഗ്രാം വരയ്ക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ സ്റ്റാറുകളെ കണ്ടെത്താനല്ല. കാരണം സ്റ്റാറുകൾ ഓൾറെഡി അവർ സ്റ്റാർസാണ്, അവർക്ക് നമ്മൾ പ്രത്യേക ശ്രദ്ധയൊന്നും വേണ്ട. നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് ഐസൊലേറ്റ്സുകളാണ്, ഏകാകികളെ കണ്ടെത്താനാണ്. അവരെ സഹായിക്കണം, അവർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാക്കണം, അവരെ സമൂഹത്തിന് മുമ്പിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സംഭവം വരയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരുകൾ മറന്നു പോകരുത്: താരങ്ങൾ, ദ്വന്ദ്ങ്ങൾ, ക്ലിക്കുകൾ, ഗ്യാങ്ങുകൾ, ഐസൊലേറ്റുകൾ. ഓക്കെ, അത്രയും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഓർഡറും ഇതാണ്: ആദ്യം ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അതിൻ്റെ ആൻസർ എടുക്കുന്നു, പട്ടിക വരയ്ക്കുന്നു, മറ്റേ ചിത്രം സോഷ്യോഗ്രാം വരയ്ക്കുന്നു, അതിനനുസരിച്ച് ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കണ്ടുപിടിക്കുന്നു. ഇനി ഒരു മെത്തേഡും കൂടെ നമുക്ക് പഠിക്കാം. അത് പ്രക്ഷേപണ രീതിയാണ്, പ്രൊജക്റ്റീവ് മെത്തേഡാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഡെഫിനിഷൻ കാണാതെ തന്നെ അങ്ങ് പഠിച്ചു ചെയ്യണം, കാരണം മറന്നുപോകും. അസ്വാഭാവിക പെരുമാറ്റ സവിശേഷതകളുള്ള വ്യക്തികളുടെ സവിശേഷ സ്വഭാവത്തെയും അബോധ മനസ്സിലുള്ള അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളെയും മനസ്സിലാക്കുന്നതിനും അപഗ്രഥിക്കുന്നതിനുമാണ് പ്രക്ഷേപണ രീതികൾ ഉപയോഗിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അസ്വാഭാവികമായ പെരുമാറ്റ സവിശേഷതകളുള്ള വ്യക്തികളുടെ അവരുടെ ആ പെരുമാറ്റം എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. അസ്വാഭാവികമാണ്, സ്വാഭാവികമല്ല. അസ്വാഭാവികമായിട്ട് ഉള്ള പെരുമാറ്റമുള്ള കുട്ടികളെ കണ്ടെത്തി അവരുടെ ആ പെരുമാറ്റത്തിനെ പറ്റി പഠിക്കാൻ. അതുപോലെ അബോധ മനസ്സിലുള്ള, ബോധത്തിലുള്ള അല്ല അബോധ മനസ്സിൽ നമ്മളിങ്ങനെ അടിച്ചമർത്തി വെച്ചിരിക്കുന്ന ചില വികാരങ്ങളുണ്ട്, ചില കാര്യങ്ങളുണ്ട്. അതിനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രക്ഷേപണ രീതി, പ്രൊജക്റ്റീവ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. അതായത് ഒരാളുടെ വ്യക്തിത്വത്തിനെ പറ്റി പഠിക്കാനുള്ള ഒരു ആധുനിക രീതിയാണ് പ്രൊജക്റ്റീവ് രീതി എന്നെങ്കിൽ നിങ്ങൾ എഴുതി വയ്ക്കുക. എന്താണ് പ്രൊജക്റ്റീവ് രീതി എന്താണെന്ന് ചോദിച്ചാൽ ഒരാളുടെ വ്യക്തിത്വത്തിനെ പറ്റി പഠിക്കാനുള്ള ആധുനിക രീതിയാണെന്ന് ആദ്യം എഴുതുക. എന്നിട്ട് എന്ത് ചെയ്താൽ അസ്വാഭാവിക പെരുമാറ്റ സവിശേഷതകളുള്ള വ്യക്തികളുടെ ആ സവിശേഷ സ്വഭാവത്തെയും അതുപോലെ അബോധ മനസ്സിൽ, ബോധ മനസ്സെന്ന് എഴുതരുതേ, അബോധ മനസ്സെന്ന് തന്നെ എഴുതണം, അതാണ് കറക്റ്റ് ടേം. അബോധ മനസ്സിലുള്ള അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് പ്രൊജക്റ്റീവ് മെത്തേഡ്, പ്രക്ഷേപണ രീതി. അതിൻ്റെ ടെസ്റ്റുകളുടെ പേരെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റോഷാക്ക് മഷിയപ്പ് പരീക്ഷ, ഇംഗ്ലീഷ് പഠിക്കുന്നതാണ് കുറച്ചുകൂടെ എളുപ്പമെന്ന് തോന്നുന്നു. താഴെ ടെസ്റ്റുകളുടെ പേരൊന്ന് എഴുതിയിട്ട് താഴെ ഇങ്ങനെ പോയിന്റ് ഇട്ട് എഴുതണം, ഫുൾ മാർക്ക് കിട്ടും. റോഷാക്ക് ഇൻക്ബ്ലോട്ട് ടെസ്റ്റ്, തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്. ഇതിൻ്റെയൊക്കെ TAT എന്നൊക്കെ തന്നിട്ട് അതിൻ്റെ ഫുൾ ഫോം എഴുതാൻ പറയാറുണ്ട്, CAT. ഓക്കെ, ഏതൊക്കെയാണ്? റോഷാക്ക് ഇൻക്ബ്ലോട്ട് ടെസ്റ്റ്, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് TAT, അതിൽ ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് CAT, പദസഹചരത്വ പരീക്ഷ അല്ലെങ്കിൽ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, ഇംഗ്ലീഷ് തന്നെ എഴുതാൻ കേട്ടോ, താഴെ പോയിന്റുമായിട്ട് എഴുതുകയാണെങ്കിൽ. അതുപോലെ വാക്യപൂരണ പരീക്ഷ, അതുപോലെ സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്, ഇതൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. ഓക്കെ, അടുത്ത ഭാഗങ്ങൾ നമുക്ക് പാർട്ട് 2-ൽ പരിശോധിക്കാം. പിന്നെ നന്നായിട്ട് ശ്രദ്ധിച്ചൊക്കെ കേൾക്കുമെന്ന് വിചാരിക്കുകയാണ്. അതുപോലെ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള പോസിറ്റീവായാലും നെഗറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കുകൾ കമൻറ്റിൽ ഉറപ്പായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. താങ്ക് യു.